أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين اهتدوا زادهم هدى وآتاهم تقواهم فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്ത് മുഹമ്മദിലെ 16 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 17, 18, 19 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 16-ാമത്തെ ആയത്തിൽ മദീനയിലൊക്കെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ബദ്ധവൈരികളായിരുന്ന ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും പ്രവാചകനോടും സഹാബത്തിനോടുമൊക്കെ ശക്തമായ ദേഷ്യം വെച്ച് പുലർത്തിയിരുന്ന ആളുകളായിരുന്നു കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ. ആ മുനാഫിക്കുകളുടെ ചില സ്വഭാവങ്ങളാണ് അള്ളാഹു 16-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അവർ വരും, മുസ്ലിങ്ങളോടൊപ്പം അവർ ഇരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഖുർആൻ പാരായണവും വിശദീകരണവും ഒക്കെ അവർ കേൾക്കും. പക്ഷേ ആ സദസ്സ് വിട്ടുപോയാൽ പരിഹാസത്തിൻ്റെ വർത്തമാനമാണ് അവരിൽ നിന്ന് ഉണ്ടാവുക. ഒരിക്കലും ഗ്രഹിക്കണം, ചിന്തിക്കണം, പഠിക്കണം, അങ്ങനെ നന്നാകണം എന്ന ഒരു ചിന്തയോടുകൂടെ ആയിരിക്കില്ല അവർ അത് കേൾക്കുക എന്നതും. അങ്ങനെ സദസ്സ് വിട്ടുകഴിഞ്ഞാൽ പരിഹാസത്തോടുകൂടെ സ്വഹാബികളോട്, സത്യവിശ്വാസികളോട് ആ മുനാഫിക്കുകൾ ചോദിക്കും, എന്താണിപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന പരിഹാസത്തിൻ്റെ ചോദ്യമായിരിക്കും അവർ ചോദിക്കുക. എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിനെ പിൻപറ്റി സന്മാർഗം സിദ്ധിക്കുവാൻ കാരണക്കാരായ സത്യവിശ്വാസികളുടെ ചില ഗുണങ്ങളാണ് 17-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദൻ വആതാഹും തഖ്വാഹും. വല്ലദീന, ഒരു വിഭാഗം, ഒരു കൂട്ടർ. എങ്ങനെയുള്ള കൂട്ടരാണ്? ഇഹ്തദൗ, അവർ സന്മാർഗം സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ സന്മാർഗം സ്വീകരിച്ച ഒരു കൂട്ടർ, അഥവാ വിശ്വാസികളെക്കുറിച്ച്, സ്വഹാബിമാരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ താല്പര്യപൂർവ്വം ചെവി കൊടുത്ത് നല്ല നിലക്ക് കേൾക്കുന്ന ആ വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു തആല പറയാം. വല്ലദീന ഇഹ്തദൗ, നേർമാർഗം സ്വീകരിച്ച ആളുകൾ, സാദഹും, സാദ വർദ്ധിപ്പിച്ചു കൊടുക്കും, ഹും അവർക്ക്, സാദഹും അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്, ഹുദൻ നേർമാർഗം, മാർഗദർശനം, സത്യത്തിൻ്റെ പാത. ഓരോ ഖുർആനിൻ്റെ ക്ലാസ്സുകൾ കഴിയുമ്പോഴും, ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോഴും വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക, അത് കുറയുകയല്ല. അത് നമുക്കും ഉണ്ടാകേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ സൂറത്തുകൾ ഇങ്ങനെ പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഹിദായത്തിൻ്റെ മാർഗം, നേർമാർഗം കൂടുതൽ അതിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കുകയാണ്, സ്വർഗത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി കൂടുതൽ അടുപ്പം ഉള്ളവരായി മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വിശ്വാസികളുടെ അടയാളമാണ്. വല്ലദീന ഇഹ്തദൗ, നേർമാർഗം സ്വീകരിച്ചവർ, അവർക്ക് അല്ലാഹു തആല നേർമാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നിട്ടോ വആതാഹും, അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യും, നൽകുകയും ചെയ്യും. തഖ്വാഹും, അവരുടെ സൂക്ഷ്മത, ഭക്തി അവർക്ക് നൽകുകയും ചെയ്യും. അവരെ നല്ല തഖ്വയുള്ളവരാക്കി,
തഖ്വയുള്ളവരായി, സൂക്ഷ്മാലുക്കളായി, ഭയഭക്തിയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റി തീർക്കുകയും ചെയ്യും. അവർക്ക് തഖ്വ നൽകും അല്ലാഹു തആല. അവർക്ക് മാർഗദർശനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മേൽക്കുമേൽ ഓരോ ദിവസം ക്ലാസുകൾ കഴിയുമ്പോഴും, ഓരോ ദിവസം ഖുർആൻ പാരായണങ്ങൾ കേൾക്കുമ്പോഴും അവർക്ക് ഉത്സാഹവും തഖ്വയും അതേപോലെ സന്മാർഗവും വർദ്ധിക്കുകയാണ് ചെയ്യുക. അത് വിശ്വാസികളുടെ അടയാളമാണ് എന്ന് അല്ലാഹു തആല ഇവിടെ പറയുന്നു. ഈ ഒരു ഗുണം നമ്മിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. ഫഹൽ യൻദുറൂന ഇല്ലസ്സാഅത അൻ തഅതിയഹും ബഗ്ത. ഫഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുകയാണോ, അവർ നോക്കി കാത്തിരിക്കുകയാണോ. നളറ നോക്കുക, യൻദുറൂൻ അവർ നോക്കുകയാ, ഹൽ അവർ നോക്കുകയാണോ, കാത്തിരിക്കുകയാണോ. ഇല്ലസ്സാഅത, സാഅത്ത് എന്ന സമയം എന്നതാണ്. ഇവിടെ അന്ത്യസമയത്തെക്കുറിച്ചാണ് അല്ലാഹു തആല സാഅത്ത് എന്ന് പറഞ്ഞത്. ഇല്ലസ്സാഅത, അന്ത്യസമയത്തെയല്ലാതെ അവർ നോക്കി കാത്തിരിക്കുകയാണോ. അൻ തഅതിയഹും, തഅതി വരിക, അൻ തഅതി അവർക്ക്, അൻ തഅതി വരുന്നതിനെ, ഹും അവർക്ക്, അൻ തഅതിയഹും അത് അവർക്ക് വരുന്നതിനെ അവർ കാത്തിരിക്കുകയാണ്. ഏത്? സാഅത്ത്, അന്ത്യനാൾ. അപ്പൊ അന്ത്യനാൾ അവർക്ക് വരുന്നതിനെ അവർ കാത്തിരിക്കുകയാണോ, കാത്തിരിക്കുന്നുവോ. എപ്പോ? ബഗ്തൻ, പെട്ടെന്ന് പൊടുന്നനെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ അന്ത്യനാൾ വരുന്നതിനെയാണോ അവർ കാത്തിരിക്കുന്നത്. അല്ലാഹു തആല ചോദിക്കാൻ കാരണം, ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അള്ളാഹുവിനെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടും ഹൃദയം മരവിച്ചു പോയ, ഹൃദയത്തിൽ ആ സത്യത്തിന്റെ പ്രകാശം കടന്നു വന്നിട്ടില്ലാത്ത ആളുകളോട് അള്ളാഹു ചോദിക്കുക, എന്താ നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്തിനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങൾ കാത്തിരിക്കുവാനാണെങ്കിൽ അത് ലോകാവസാനമല്ലാതെ എന്താണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ലോകാവസാന ഘട്ടത്തെയല്ലാതെ മറ്റെന്തിനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? വല്ലതുമുണ്ടോ നിങ്ങൾക്ക് കാത്തിരിക്കാൻ എന്നതാണ് അല്ലാഹുവിന്റെ ചോദ്യം. ഇനി ഫഖദ് ജാഅ അശ്റാതുഹ, ജാഅ വന്നു, ഫഖദ് ജാഅ തീർച്ചയായും വന്നു കഴിഞ്ഞു. അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നു, ഫഖദ് ജാഅ തീർച്ചയായും വന്നു കഴിഞ്ഞു. എന്ത്? അശ്റാതുഹ, അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞു. അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞു. അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന പ്രവാചകനായി വന്നു എന്നത് തന്നെയും അന്ത്യനാളിന്റെ അടയാളമാണ്. ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാനും അന്ത്യസമയവും ഈ രണ്ട് വിരലുകൾ പോലെ അടുത്തടുത്താണ്. രണ്ട് വിരലുകൾ അടുത്തു പിടിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഞാനും അന്ത്യനാളും ഇത്രമാത്രം അടുത്തായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വന്നു എന്നത് തന്നെയും അന്ത്യനാൾ അടുത്തിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. കൂടാതെ അന്ത്യനാളിന്റെ അടയാളങ്ങൾ നമ്മുടെ വീടുകളിൽ നമുക്ക് കാണാവുന്നതാണ്, നമ്മുടെ അങ്ങാടികളിലുണ്ട്, രാഷ്ട്രീയ സംവിധാനങ്ങളിലുണ്ട്, എല്ലായിടത്തും മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ നിരവധി എണ്ണിയാൽ തീരാത്ത അത്രയും അടയാളങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുലർന്നതായി നമുക്ക് കാണാവുന്നതാണ്. ധാരാളം അടയാളങ്ങൾ, ഇതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു, അന്ത്യനാളിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. ഫഅന്നാലഹും, എന്നിരിക്കെ അവർക്ക് എവിടെ നിന്നാണ്, എങ്ങനെയാണ്. ഇദാ ജാഅതുഹും, അതവർക്ക് വന്നാൽ, ദിക്റാഹും അവരുടെ ഉപദേശം, എങ്ങനെയാണ് അതവർക്ക് വന്നാൽ അവരുടെ ഉപദേശം പിന്നീട് അവർക്ക് പ്രയോജനപ്പെടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇപ്പോ ജീവിതകാലത്ത് അന്ത്യനാൾ വരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ വഹിയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങളെ സ്വീകരിക്കാതെ ആ അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവരുടെ ഉപദേശം അവർക്ക് പ്രയോജനപ്പെടുക? ആ അന്ത്യനാളിന്റെ അടയാളങ്ങളാണെങ്കിൽ ഇവിടെ ധാരാളം വന്നു കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു എന്നത് തന്നെയും അന്ത്യനാളിന്റെ അടയാളമാണ്. ആ അന്ത്യനാൾ വരെയൊന്നും നിങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ആ അന്ത്യനാൾ ഏറ്റവും പെട്ടെന്ന് പൊടുന്നനെയാണ് അതവർക്ക് വരിക എന്ന മുന്നറിയിപ്പൊക്കെയാണ് അല്ലാഹു തആല 18-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നാകാൻ നമുക്ക് അധിക സമയമില്ല. നാളെ കേൾക്കാം, നാളെ പഠിക്കാം, നാളെ കുറിച്ച് എന്ന് വിചാരിക്കാൻ നമുക്ക് സമയമില്ല. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു. എപ്പോഴാണ് മരണമുണ്ടാവുക എന്നറിയില്ല. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളെ
ആയുസ്സിനെ അള്ളാഹുവിൻ്റെ തൗഹീദ് പഠിക്കാൻ, ആ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, സന്മാർഗം സിദ്ധിച്ച തഖ്വയുള്ളവരായി തീരാൻ പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന മഹനീയമായ ഒരു ഉത്ബോധനവും സന്ദേശവുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല 19-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാ, ഫഅലം ഫഅലം, എന്നാൽ നബിയെ തങ്ങൾ അറിയണം, ശരിക്കറിയണം, ശരിക്ക് മനസ്സിലാക്കണം. എന്ത്? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ, ഒരാരാധ്യനും ഇല്ല, ഒരാരാധ്യനും നിങ്ങൾക്കില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല എന്ന് നബിയെ നീ അറിയുക, നബിയെ അങ്ങ് അറിയണം എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോടാണ് അല്ലാഹു തആല പറയുന്നത്, നബിയെ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധനക്കും അർഹനില്ല, നിങ്ങളുടെ ആരാധനകളെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമാകണം, അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യനും ഉണ്ടാകാൻ പാടില്ല, എല്ലാ ആരാധനകളും അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുന്നവരാകണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ തൗഹീദിന്റെ വാക്യം അറിയണം നബിയെ തീർച്ചയായും എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പലതിനെക്കുറിച്ച് നമുക്ക് നല്ല വിവരമുണ്ട് അല്ലേ? പലതിനെക്കുറിച്ചും നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, അയൽപക്കത്തെക്കുറിച്ച്, നമ്മുടെ മഹല്ലുകളെക്കുറിച്ച്, അങ്ങനെ പല പല വിവരങ്ങളും, വലിയ വിവരസ്ഥരാണ് നമ്മൾ, പലതും നമുക്കറിയാം. പക്ഷേ പല ആളുകൾക്കും റഹ്മാനായ റബ്ബിനെ കുറിച്ച് അറിയില്ല, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് അറിയില്ല. റഹ്മാനായ റബ്ബിന്റെ 99 നാമങ്ങളുണ്ടല്ലോ അല്ലേ? വിശുദ്ധ ഖുർആനിലൂടെ പരന്നു കിടക്കുന്ന നാമങ്ങൾ. നമ്മൾ ഒന്ന് ആലോചിക്ക്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയാ, നബിയേ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന സത്യം അറിയണം കേട്ടോ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ എന്ന് അള്ളാഹിന്റെ റസൂലിനോട് മാത്രമല്ലല്ലോ, അത് നമുക്കും കൂടെ ബാധകല്ലേ? ആ റഹ്മാനായ റബ്ബിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മിനിറ്റ് നമുക്ക് പറയാൻ കഴിയും? അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അള്ളാഹുവിന്റെ വലുപ്പം, അള്ളാഹു അക്ബർ, ഏറ്റവും മഹോന്നതൻ, ഏറ്റവും വലിയവൻ റഹ്മാനായ റബ്ബാണ് എന്ന് നിരന്തരമായി പറയുന്ന നമുക്ക് ആ അക്ബറായ അള്ളാഹുവിനെ കുറിച്ച് എത്രമാത്രം ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക, ആ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റബ്ബിനോടാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അത് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. നാവ് കൊണ്ടുള്ള വർത്തമാനമല്ല, മറിച്ച് ജീവിതത്തിൽ എൻ്റെ റബ്ബാണ് ഏറ്റവും വലിയത്, എൻ്റെ റബ്ബിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ റബ്ബിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച്, അവന്റെ നാമങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങളെ കുറിച്ച് എല്ലാം ചിന്തിക്കുവാനും പഠിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്ന മഹത്തായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകയാൽ അല്ലാഹു അല്ലാതെ ഒരാരാധ്യനും ഇല്ല എന്ന് നബിയെ നീ ശരിക്ക് അറിയുക തന്നെ വേണം. പിന്നീട് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വസ്തഗ്ഫിർ, നബിയോടാണ് അല്ലാഹു തആല പറയുന്നത്. വസ്തഗ്ഫിർ, നബിയെ അങ്ങ് പാപമോചനം തേടുകയും ചെയ്യണം. എന്തിനു വേണ്ടി? ലിദംബിക, നിന്റെ പാപത്തിന്. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപത്തിന് വേണ്ടി നീ പാപമോചനം തേടണം. ആരോട്? അള്ളാഹുവിനോട് മാത്രമേ പാപമോചനം തേടാൻ പാടുള്ളൂ. നമുക്കറിയാം നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ കഴിയുന്നത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു തരാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കേണ്ടത് ആരോടാകണം? അള്ളാഹുവിനോടാകണം. അതാണ് അള്ളാഹു തആല നബിയോട് പറയുന്നത്, വസ്തഗ്ഫിർ ലിദംബിക, നബിയെ അങ്ങയുടെ പാപത്തിന് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇവിടെ അള്ളാഹു തആല നബിയോട് പറയുന്നു, നിന്റെ പാപത്തിന് വേണ്ടി നീ അള്ളാഹുവിനോട് പാപമോചനം തേടണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല പാപവും ചെയ്തിട്ടുണ്ടോ? വല്ല പാപവും ചെയ്യുമോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും ഒരു പാപവും ചെയ്യാത്തവരാണ് പ്രവാചകന്മാർ എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. എല്ലാവിധ പാപങ്ങളിൽ നിന്നും അവർ സുരക്ഷിതരാണ്. എന്നിട്ട് കൂടി അള്ളാഹു വളരെ വളരെ നിസാരമായ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതുപോലും പ്രവാചകന്മാരെ സംബന്ധിച്ച് വലിയ പാപമാണ്.
അത്തരത്തിലുള്ള തെറ്റുകൾ പോലും പ്രവാചകന്മാരിൽ നിന്ന് വരികയില്ല. അവർ മഅസൂമുകളാണ്, പാപത്തിൽ നിന്ന് സുരക്ഷിതമാക്കപ്പെട്ടവരാണ്. എന്നിട്ട് പോലും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയേ അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്യണം അങ്ങയുടെ തെറ്റിന് വേണ്ടി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, മനുഷ്യരെ തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് തൂബു ഇലല്ലാ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങണം. വസ്തഗ്ഫിറു, നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം അല്ലാഹുവിങ്കലേക്ക് പക്ഷാതപിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവിടെ പ്രിയപ്പെട്ട പ്രവാചകൻ എല്ലാ ദിവസവും തെറ്റ് ചെയ്യുന്നുണ്ടെന്നോ അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതനാണ്. എന്നിട്ട് കൂടി അള്ളാഹുവിന്റെ റസൂൽ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. നിരന്തരമായി പ്രിയപ്പെട്ട പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവേ എന്റെ പിഴവ്, എന്റെ അജ്ഞത, എന്റെ കാര്യത്തിൽ ഞാൻ ക്രമം തെറ്റി ചെയ്തത് എല്ലാം നിനക്കറിയാമല്ലോ, എല്ലാം അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ. അള്ളാഹുവേ ഞാൻ കാര്യമായി ചെയ്തത്, അള്ളാഹുവേ ഞാൻ തമാശയായി വന്നു പോയത്, അതേ പ്രകാരം ഞാൻ അബദ്ധമായി ചെയ്തത്, ഞാൻ കൽപ്പിച്ചു കൂട്ടി ചെയ്തത്, അതെല്ലാം എനിക്ക് നീ പുറത്തു തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ നമ്മോട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു പറഞ്ഞു, നബിയേ അങ്ങയുടെ തെറ്റിന് വേണ്ടി അങ്ങ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ എന്ന്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ധാരാളം നിരവധി തെറ്റുകൾ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ എന്ന ആ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഇസ്തിഗ്ഫാർ ഉള്ളവരായി അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനും നമുക്ക് കഴിയണം എന്ന മഹനീയമായ ഒരു പാഠം ഈ ആയത്തിന്റെ ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പാഠങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിർ ലിദംബിക, നബിയേ അങ്ങയുടെ പാപത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടി തേടണം നബിയേ. ഇനിയോ അങ്ങേക്ക് വേണ്ടി മാത്രം തേടിയാൽ പോരാ. ആരോട്? അള്ളാഹുവിനോട്. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും നീ പാപമോചനം തേടണം. അതും വളരെ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നിന്റെ പാപത്തിന് വേണ്ടിയും സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും ദമ്പിന് വേണ്ടി, തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി അള്ളാഹുവിനോട് നീ പാപമോചനം തേടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നു. ഇത് നമുക്കും ബാധകമാണ്. നാം മറ്റുള്ള വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസിനികൾക്ക് വേണ്ടി എല്ലാം ആത്മാർത്ഥമായി അല്ലാഹുവേ അവരുടെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ എന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്യണം, എല്ലാ സത്യവിശ്വാസികൾക്ക് വേണ്ടിയും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും. എന്നാൽ വിശ്വാസികളും വിശ്വാസിനികളുമല്ലാത്ത ഒരാൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാറിനെ ചോദിക്കുവാൻ, പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് അർത്ഥിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നതുകൂടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. അഥവാ വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസിനികൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടി തേടാനാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ പാടില്ല എന്ന ഒരു പാഠവും കൂടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, വല്ലാഹു അല്ലാഹു തആല യഅലമു അവൻ അറിയുന്നു, വല്ലാഹു യഅലമു അല്ലാഹു അറിയുന്നുണ്ട്, മുതഖല്ലബകും നിങ്ങളുടെ ചലനസ്ഥലം, നിങ്ങൾ ഏതിലൂടെയെല്ലാം വിഹരിക്കുന്നുണ്ട്, നിങ്ങൾ ഏതിലൂടെയെല്ലാം കറങ്ങുന്നുണ്ട്, നിങ്ങൾ ഏതിലൂടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുണ്ട്, നിങ്ങൾ എവിടെ വെച്ചെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്, എല്ലാം വല്ലാഹു മുതഖല്ലബകും നിങ്ങളുടെ ചലനസ്ഥലത്തെ കുറിച്ച് അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. ശൈലേ, നമ്മൾ എവിടെ പോയാലും എങ്ങനെ സഞ്ചരിച്ചാലും ഏതിലൂടെ ഇരിക്കുകയാണെങ്കിലും, ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്, ഞാൻ എവിടെയാ ഉള്ളത്, നിങ്ങൾ ഓരോരുത്തരും എവിടെയാ ഉള്ളതെല്ലാം വല്ലാഹു യഅലമു മുതഖല്ലബകും, അല്ലാഹു നിങ്ങളുടെ ചലനസ്ഥലം അറിയുന്നുണ്ട്. പിന്നെ വമസ്വാകും നിങ്ങളുടെ പാർപ്പിടവും നിങ്ങൾ താമസിക്കുന്നതും അല്ലാഹു അറിയുന്നുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ പകൽ സമയത്ത് നമ്മൾ വിവിധങ്ങളായ ജോലികളിലും മറ്റു യാത്രകളിലുമൊക്കെയായി കറങ്ങി തിരിഞ്ഞുകൊണ്ട് നടക്കുന്നവരായിരിക്കും. ആ സമയത്തും അതേ പ്രകാരം രണ്ടാമത് പറഞ്ഞത് വമസ്വാകും നിങ്ങൾ താമസിക്കുന്നത്, രാത്രി സമയം നമ്മൾ അടങ്ങി ഒതുങ്ങി നമ്മുടെ വീടുകളിലായിരിക്കും. ആ സമയം എല്ലാം നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അവിടെ അതും, നിങ്ങൾ കറങ്ങുകയാണെങ്കിൽ അതും, എല്ലാം പൂർണ്ണ വിവരം
റഹ്മാനായ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐഹിക ജീവിതത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തെ വിവരവും പാരത്രികമായ ജീവിതത്തിൽ എത്തിച്ചേർന്നാലുള്ള സ്ഥിതിഗതികളും എല്ലാം റഹ്മാനായ റബ്ബിനറിയും. അല്ലാഹു തആല അറിയാത്ത ഒരു കാര്യവും ലോകത്തില്ല. എന്നാൽ അല്ലാഹു അറിയുന്നത് പോലെ വേറെ ആർക്കെങ്കിലും അറിയാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നേരത്തെ പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ആരാധനക്കർഹനായ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് അറിയുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. എല്ലാം അറിയാൻ കഴിയുന്നവൻ, എല്ലാം കേൾക്കാൻ കഴിയുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്? അല്ലാഹുവിന് മാത്രമാണ്. ആ അല്ലാഹു അല്ലാത്തവർ എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിപരീതമാണ്. അഥവാ വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങളുടെ ചലനസ്ഥലവും നിങ്ങളുടെ വാസസ്ഥലവും എല്ലാം അറിയുന്നത് റഹ്മാനായ റബ്ബാണ്. അവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വളരെ തൗഹീദിന്റെ മർമ്മപ്രധാനമായ വളരെ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറിയ 2 ആയത്തുകൾ. ഈ ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദൻ വആതാഹും തഖ്വാഹും. വല്ലദീന ഇഹ്തദൗ, നേർമാർഗം സൽമാർഗം സ്വീകരിച്ച ആളുകൾ, സാദഹും ഹുദാ, അവർക്ക് അല്ലാഹു നേർമാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും. വആതാഹും തഖ്വാഹും, അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഭയഭക്തികളും അല്ലാഹു തആല നൽകുകയും ചെയ്യും. അവരുടെ സന്മാർഗം അല്ലാഹു തആല അവർക്ക് നേർമാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഭക്തികളും ഭയഭക്തികളും അല്ലാഹു തആല അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. ഫഹൽ യൻദുറൂന ഇല്ല സ്സാഅത അൻ തഅതിയഹും ബഗ്ത, ഇനി അന്ത്യസമയത്തെ അതവർക്ക് പെട്ടെന്ന് വന്നെത്തുന്നതിനെ അല്ലാതെ അവർ മറ്റു വല്ലതും നോക്കിക്കൊണ്ടിരിക്കുകയാണോ? പെട്ടെന്ന് വരിക, ബഗ്തതൻ അൻ തഅതിയഹും ബഗ്തതൻ, പെട്ടെന്ന് വന്നെത്തുന്നതിനെ അല്ലാതെ മറ്റു വല്ലതിനെയുമാണോ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു, അന്ത്യനാളിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. ഫഅന്നാ ലഹും ഇദാ ജാഅത്ഹും ദിക്റാഹും, എന്നിരിക്കെ എങ്ങനെയാണ് അതവർക്ക് വന്നാൽ അവരുടെ ഉപദേശം പ്രയോജനപ്പെടുക? അന്ത്യനാൾ വന്നിട്ട് പിന്നീട് സന്മാർഗം സ്വീകരിക്കുക, ഉപദേശം അവർക്ക് ഒരിക്കലും പ്രയോജനപ്പെടുകയില്ലല്ലോ. പിന്നെ ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നതാണ് റബ്ബിന്റെ ചോദ്യം. ഇനി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനും ഇല്ലെന്ന് നബിയേ ഇൽം, നീ അറിയുക. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിന്റെ പാപത്തിന് വേണ്ടി, സത്യവിശ്വാസികളുടെ പാപത്തിന് വേണ്ടി, സത്യവിശ്വാസിനികളുടെ പാപത്തിന് വേണ്ടിയും ഇസ്തഗ്ഫിർ, നീ പാപമോചനം തേടുകയും ചെയ്യുക. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, അല്ലാഹു നിങ്ങളുടെ ചലനസ്ഥലവും നിങ്ങളുടെ വാസസ്ഥലവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. അല്ലാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലാഹു അറിയാതെ ഒരു കാര്യവും നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടാകട്ടെ, നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടാകട്ടെ, നിങ്ങൾ ഉറക്ക സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടാകട്ടെ, എവിടെ വെച്ചാണെങ്കിലും റഹ്മാനായ റബ്ബ് അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. എല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട് എന്ന ശക്തമായ ഒരു താക്കീതും ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു തആല നൽകുന്നു. പഠിക്കുക, പകർത്തുക, ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.